യുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിരുന്നിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്നിൻ്റെ ടീം ഇപ്പോഴുള്ളത് UAE അബുദാബിയിലാണ്. അബുദാബിയിലെത്തുമ്പോൾ നമുക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത തരത്തിൽ വളർച്ചയുടെ പാതയിലുള്ള വലിയൊരു കമ്പനിയുണ്ട്, ഇംപ്രസീവ്. ഇന്ന് വിരുന്നിൻ്റെ എപ്പിസോഡ് ധന്യമാക്കുമ്പോൾ വിരുന്നിൽ സംസാരിക്കുവാൻ ഇംപ്രസീവിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാൻ നമ്മോടൊപ്പം ഉള്ളത് ഇംപ്രസീവിൻ്റെ ഡയറക്ടർ മിസ്റ്റർ ലിമിൻ ചാളിലാണ്. വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം മിസ്റ്റർ ലിമിനെ വിരുന്നിലേക്ക്. സർ, നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് ഇംപ്രസീവ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ തുടക്കം എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ഇതിൽ ഇംപ്രസീവ് എന്ന സ്ഥാപനത്തിൽ 3 പേരാണുള്ളത്. എൻ്റെ പേര് ലിമിൻ, പിന്നെ എന്നെ കൂടാതെ എൻ്റെ 2 സുഹൃത്തുക്കളായ തമീം ആൻഡ് ജംഷാദ്. ജംഷാദ് ഞാനും കൂടെ വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിന് എൻ്റെ ഫ്രണ്ടായിരുന്നു തമീം. ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് ബിസിനസ് എന്നൊരു ആശയം എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞു, അതിന് എല്ലാ വശങ്ങളും ഞങ്ങൾ ഇതിനെ പഠിച്ചു കഴിഞ്ഞു. ബിസിനസ്സിനെ പറ്റി എല്ലാ വശങ്ങളും പഠിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ ഇതിലിറങ്ങുന്നത്. അത് മീൻസ് ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് ആയതിനു ശേഷം മാത്രം, ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം കറക്റ്റായി പഠിച്ച് എല്ലാ നിയമവശങ്ങളും പഠിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാൻ സാഹചര്യം ഉണ്ടായി. കാരണം വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു ആശയം താങ്കളുടെ മനസ്സിൽ വരുന്നു, താങ്കളുടെ സഹപ്രവർത്തകരുമായി സംസാരിക്കുന്നു, അതിനുശേഷം ഇംപ്രസീവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ദെൻ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം വളരെ വലിയ വളർച്ചയിലാണ് ആക്ച്വലി ഇംപ്രസീവ് എത്തിയിട്ടുള്ളത്. ഹൗ ഡു യു ഫീൽ? ഇപ്പോൾ ഈ ഒരു നിമിഷം എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ദൈവാനുഗ്രഹം കൊണ്ട്, പിന്നെ നമ്മളെ ഒരുപാട് നല്ല സപ്പോർട്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്. അവരുടെ ഇതിൽ നിന്ന് ദൈവാനുഗ്രഹം കൊണ്ട് ഇംപ്രസീവ് ഇപ്പം നല്ലൊരു ലെവലിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് മുൻപോട്ടും എല്ലാ കസ്റ്റമേഴ്സിന്റെ സപ്പോർട്ടും നമുക്ക് വേണം. വളരെ പെട്ടെന്ന് ബിസിനസ് ഡെവലപ്പായി പോകാറുമുണ്ട്. ഈ ബിസിനസ് തകർച്ചകളും അതിൻ്റെ കുറച്ച് പോരായ്മകളും സാമ്പത്തിക പ്രതിസന്ധികളും ബിസിനസ് പോരായ്മകളൊക്കെ വരുമ്പോൾ ഈ ഇംപ്രസീവിൻ്റെ പ്രസക്തി എത്രമാത്രമുണ്ട്? ഒരു ബിസിനസ്സിനെ ഒരു ഉയർത്തിയെടുക്കാൻ ബിസിനസ് സെറ്റപ്പ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിൽ എത്രമാത്രം ഇംപ്രസീവ് നിങ്ങൾ കാണിക്കുന്നുണ്ട്? ആ പുള്ളി ഞങ്ങളോട് പറഞ്ഞത്, എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക, ഇവിടുത്തെ നിയമത്തിന് അനുസൃതമായ കാര്യങ്ങൾ മാത്രം ചെയ്യുക, അല്ലാത്ത ഒരു വർക്കും ഇംപ്രസീവ് ചെയ്യാൻ പാടില്ല. ആ ഈ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പം മുൻപോട്ട് പോകുന്നത്. ഞങ്ങൾ മാക്സിമം എല്ലാവർക്കും എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുക്കും. എത്ര നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റ്, അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ എല്ലാം ഇൻഫർമേഷൻസും കൊടുക്കും. ആദ്യം കസ്റ്റമറുടെ ബഡ്ജറ്റ് എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അവർക്ക് പറ്റിയത് ഡീറ്റെയിൽസ് കൊടുത്തരുത്. അതിനനുസരിച്ചാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. എങ്ങനെയാണ് പെട്ടെന്നൊരു ബിസിനസ് പ്രവാസികളിൽ പെട്ടെന്ന് നല്ല രീതിയിൽ വരുമ്പോൾ പെട്ടെന്ന് ഡൗൺ ആവുകയും അത് പിന്നെ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. അതിനെ എങ്ങനെയാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ഇംപ്രസീവ് നേരിടുന്ന രീതി എങ്ങനെ? ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് എൻക്വയറീസ് അബുദാബി മാർക്കറ്റിൽ നിന്നും ദുബായ് മാർക്കറ്റിൽ നിന്നും നമുക്ക് വരാറുണ്ട്. സാർ, ഞങ്ങളുടെ ബിസിനസ് ഇങ്ങനെ താഴ്ന്ന ലെവലിലേക്ക് പോവുകയാണ്, അത് എന്താണ് കാരണം, നിങ്ങളൊരു കൺസൾട്ടേഷൻ ഞങ്ങൾക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരുപാട് കോൾസും എൻക്വയറീസും വരാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കും കമ്പനീൻ്റെ ഇപ്പോൾ എത്ര സ്റ്റാഫുണ്ട്, എന്താണ് ആക്ടിവിറ്റീസ്, എന്താണ് ചെയ്യാൻ നിങ്ങൾ ഇനി ഉദ്ദേശിക്കുന്നത്. അതിനനുസരിച്ച് അത് നമ്മളൊരു കേസ് സ്റ്റഡി നടത്തും. അതിനുള്ള ടീം നമുക്കുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കേസ് പഠിക്കാൻ അല്ലെങ്കിൽ അത് സ്റ്റഡി ചെയ്യാൻ നിങ്ങളുടെ ഭാഗത്ത് ഇംപ്രസീവിൻ്റെതായിട്ടുള്ള ടീമുണ്ടോ? തീർച്ചയായും ഞങ്ങൾക്ക് 4-5 ടീം തന്നെ ഇതിനായിട്ടുണ്ട്. എല്ലാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിന്റെ പുറകിലുള്ളത്. നല്ല ടീംസ് എന്ന് പറയുന്നത് എല്ലാം എക്സ്പീരിയൻസ്ഡ് ആണ്, നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിന്റെ പുറകിലുള്ളത്. ഇംപ്രസീവിന്റെ പുറകിലുള്ളത് ടീംസ് അവർ കറക്റ്റ് ഇൻഫർമേഷൻസ് ഞങ്ങൾക്ക് പഠിച്ച് നമ്മൾ കേസ് സ്റ്റഡി നടത്തിയതിന് ശേഷം കസ്റ്റമർക്ക് പാസ് ചെയ്യാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ, അത്തരത്തിൽ ബിസിനസ് പുറകോട്ട് പോയിട്ട് ഉയരത്തിലേക്ക് എത്തിയിട്ടുള്ള ഇംപ്രസീവ് കാരണമായി എത്തിയിട്ടുള്ള ക്ലയൻസുകൾ എന്ന് അബുദാബിയിലോ അല്ലെങ്കിൽ UAE ഉണ്ടോ? ഒരുപാട് ക്ലയൻസ് ഉണ്ട്. ഒരുപാട് ഈ വീഡിയോ കാണുന്ന അവർക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ കാരണം കൊണ്ട് ഒരുപാട് സക്സസ് ആയ ഒരുപാട് ടീംസ് ഇതിന്റെ പുറകിലുണ്ട്, ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. നല്ല ഒരു ജെന്യൂനായിട്ടുള്ള ഒരു ക്ലയൻറ്റിന് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററിന് നിങ്ങൾക്ക് കൊടുക്കാനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ എന്തായിരിക്കും? ഒരുപാട് ആൾക്കാർ, ഒരുപാട് പ്രവാസി മലയാളികൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് ഇവിടെ വരാറുണ്ട്.
നമുക്ക് ഒരുപാട് എൻക്വയറീസും നാട്ടിൽ നിന്നായിട്ടും ഇവിടെ നിന്നായിട്ടും ഒരുപാട് എൻക്വയറീസ് ഇവിടെ വരാറുണ്ട്. നമുക്ക് ഇൻട്രസ്റ്റിൽ വരാറുണ്ട്. സാർ ഞങ്ങൾക്ക് ഇത് തുടങ്ങണം അത് തുടങ്ങണം എന്ന് ചോദിച്ചു. ഞങ്ങൾ ആദ്യം ചെയ്യാറ് അവരോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ എന്ത് ഫീൽഡിലാണ് നിങ്ങൾ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളത്, ആ ഒരു ഫീൽഡ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ബെറ്റർ. അതല്ലാതെ നമ്മൾ പറഞ്ഞിട്ടും നമ്മൾ കൺസൾട്ട് ചെയ്തിട്ടും പല ഫീൽഡിലും പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത പല ആൾക്കാരുണ്ട്. അവർ പരാജയം നമ്മൾ കൺമുന്നിൽ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇംപ്രസീവിൻ്റെ ഒരു പ്രശസ്തി ഇവിടെ വരുന്നത്. നമ്മൾ കറക്റ്റ് കൺസൾട്ടേഷൻ, നമ്മൾ ടീം വർക്ക്, നമ്മൾ ടീം ഇതിനായിട്ട് കറക്റ്റ് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം ഇൻഫർമേഷൻസ് അവർക്ക് കൊടുക്കുന്നുള്ളൂ. ഇപ്പം നമ്മളെ അണ്ടറിലായിട്ട് ഏകദേശം 45ഓളം കമ്പനികളുണ്ട്. നമ്മളെ സ്പോൺസറിൻ്റെ അണ്ടറിലായിട്ട് ഇപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു വർഷമാവുന്നേ ഉള്ളൂ. ഇംപ്രസീവ് എന്ന സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് തന്നെ ഏകദേശം 45ഓളം കമ്പനി നമ്മളെ അണ്ടറിൽ, ഒരു സ്പോൺസറിൻ്റെ അണ്ടറിലായിട്ട് കമ്പനികളുണ്ട്. അതിന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഞങ്ങൾക്കിപ്പോൾ നമ്മളെ അണ്ടറിലുള്ള സ്ഥാപനമാണ് ഒരു മെഡിക്കൽ സെൻറ്റർ. ഏത് തരം ബിസിനസ് ആയാലും നമുക്ക് അതിനുള്ള സപ്പോർട്ട് നമുക്ക് ഇവിടുന്ന് കൊടുക്കാൻ പറ്റും. ഇപ്പം ചെയിൻ ബിസിനസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പുതിയൊരു ഇൻവെസ്റ്റർ നമ്മൾ UAE വരുവാണെങ്കിൽ അവർക്കുള്ള കൺസൾട്ടേഷൻ, അവർക്കുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ കൊണ്ട് പറ്റുന്നത്, ഇംപ്രസീവിന് ചെയ്യാൻ പറ്റുന്നത്, നിയമപരമായിട്ട് UAE ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇംപ്രസീവ് കറക്റ്റായിട്ട് ടീം വർക്കായിട്ട് അത് ചെയ്ത് തീർന്നിരിക്കും. അത് ആ ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ അത് തീർന്നിരിക്കും. ഒരുപാട് പേരോട് ഈ കടപ്പാടുകൾ തോന്നാറുണ്ട്. കാരണം ഇത്തരത്തിലൊരു ഉയരത്തിലെത്തിയ ഒരു ബിസിനസ് സംരംഭത്തിന് തുടക്കത്തിൽ നിങ്ങളെ വെല്ലുവിളികളെ അതിജീവിക്കാൻ വേണ്ടി സഹായിച്ചിട്ടുള്ള പ്രധാന വ്യക്തിത്വങ്ങളുടെ പേര് ആരൊക്കെ ആയിരിക്കാം? തീർച്ചയായും നമുക്കിപ്പോൾ ആർക്കായാലും, നിങ്ങൾക്ക് പോലും ഒരു കുടുംബത്തിനോടായാലും നമ്മൾ എവിടെ നിന്നാണോ വരുന്നത് നമ്മൾ അതൊരിക്കലും മറക്കില്ല. നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട് ഇതിൻ്റെ അകത്ത്. ആദ്യം പറയുവാണെങ്കിൽ എൻ്റെ ലോക്കൽ സ്പോൺസറായ അഹമ്മദ് അബ്ദുള്ള അൽ ബലൂഷി എന്ന ഒരു വ്യക്തിയാണ്. ഇവിടുത്തെ ലോക്കലാണ്. പുള്ളി വർക്ക് ചെയ്യുവാണ്, ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളിയുടെ സപ്പോർട്ട് ഒരിക്കലും മറക്കാനാവില്ല. നമ്മളെ ഒരു ജീവിതത്തിലേക്ക് എത്തിച്ചത്, ഇംപ്രസീവിനെ എത്രയും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം പുള്ളി നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ എത്തിക്കാൻ പറ്റുന്നിടത്തോളം പുള്ളി എല്ലാ സപ്പോർട്ടും നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇംപ്രസീവിൻ്റെ ഒരു വിജയവും. നമുക്ക് പുള്ളി നമ്മളെവിടെ വിളിച്ചു കഴിഞ്ഞാലും, നമ്മളിപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ പോകണമെങ്കിലും പുള്ളി നമ്മളോടൊപ്പം വരും. നമ്മൾക്ക് നിയമപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങൾക്കും പുള്ളി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു വശം പറയുവാണെങ്കിൽ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ അനിയൻ, ഇവരുടെ സപ്പോർട്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അച്ഛൻ്റെ പേര് മുകുന്ദൻ എന്നാണ്. പുള്ളി നാട്ടിൽ ബിസിനസ്സാണ്. ഞാൻ വരുന്നത് തന്നെ വലിയ ഫാമിലി, ഒരു ബിസിനസ് ഫാമിലി എന്നൊന്നുമല്ല, എന്നാലും ഒരു ബിസിനസ് ഫാമിലി എന്നാണ് വരുന്നത്. പിന്നെ ആ ബ്ലഡിൽ ആ ഒരു ഇതുള്ളത് കൊണ്ടാണ് ഇവിടെയും ഇതേ ചിന്തിച്ചതും നിയമപരമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുത്തതും. നമ്മളിപ്പോൾ ഇംപ്രസീവ് എന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ ഏകദേശം ഒരു വർഷമാകുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അത്രത്തോളം സപ്പോർട്ട് ഗവൺമെൻറ് നേടും. കാരണം നമ്മൾക്ക് ഗവൺമെൻറ് ആ സപ്പോർട്ട് കിട്ടാൻ കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും നിയമപരമായിട്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് മാത്രമേ നമ്മളെടുത്തുള്ളൂ. നമുക്ക് വേറെ ഒരു ചിന്തയില്ല. നിയമപരമായിട്ട് നമുക്ക് എന്തൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റുമോ, നമ്മൾ UAEൻ്റെ ലോ അനുസരിച്ച് മാത്രം അത് ചെയ്യാൻ പറ്റുന്ന ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അമ്മയുടെ പേര് പറഞ്ഞു. എൻ്റെ അമ്മയുടെ പേരിൽ ലത എന്നാണ്. പുള്ളിക്കാരത്തി ഹൗസ് വൈഫാണ്. പിന്നെ അനിയൻ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുവാണ്. പുള്ളിക്കാരൻ ലിമേഷ് എന്നാണ് പേര്. പുള്ളിക്കാരൻ എഞ്ചിനീയറാണ്, മെക്കാനിക്. ഷാലിക്ക് പറയുന്നത് എൻ്റെ ഫാമിലി നെയിമാണ്. അതൊരു വലിയൊരു ഫാമിലിയാണ്. സ്വദേശം കോഴിക്കോട് വടകര എന്ന് പറയുന്ന സ്ഥലത്താണ്, വടകരയിലാണ്. അപ്പം വടകര എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. പയ്യോളി PT ഉഷയുടെ നാടിന് കുറച്ച് അടുത്തായിട്ട് വരും. പിന്നെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളായ എൻ്റെ പാർട്ണർ കൂടിയായ ജംഷാദ്, തമീം, ഇവരൊക്കെ ഒരുപാട് നമുക്ക് വേണ്ടി, ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ട് നമുക്ക് ആദ്യം തന്നെ തന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രസന്റിലുള്ളത് താങ്കളുടെ പാർട്ണറായ മിസ്റ്റർ തമീമാണ്. അദ്ദേഹത്തിൻ്റെ കുറച്ച് വാക്കുകൾക്ക് ശേഷം നമുക്ക് വേഗം തിരിച്ചു വരാം. വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം മിസ്റ്റർ തമീമിനെ വിരുന്നിലേക്ക്. സർ നമസ്കാരം. എന്താണ് ഈ ഒരു അവസരത്തിൽ താങ്കൾക്ക് ഒരു പാർട്ണർ എന്ന നിലയ്ക്ക് താങ്കൾക്ക് പറയാനുള്ളത്? എനിക്ക് ആദ്യമായിട്ട് ദൈവത്തിനോട് നന്ദി പറയാണ്. ഓക്കെ, ഇങ്ങനെ വലിയ സംരംഭത്തിൽ എൻ്റെ സുഹൃത്തായ ലിമിന്, ജംഷാദ്, അതുപോലെ തന്നെ ഞങ്ങൾ ലോക്കൽ പാർട്ണറായ അബ്ദുള്ള അൽ ബലൂഷി, അവരുടെ സഹായ സഹകരണങ്ങൾ അത് വലിയതാണ്. അതുകൊണ്ട് ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിലും ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതിലും ഞങ്ങളെ ഇത്ര ഈ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചതിലും ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ്. മിസ്റ്റർ ലിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. മാർക്കറ്റിംഗ് എന്താണ് എന്ന് പറഞ്ഞത് ഞാൻ അബുദാബിയിൽ വന്നിട്ട് ആദ്യമായിട്ട് സക്സസീവായിട്ട് ലിമിനെയാണ് ആദ്യമായിട്ട് കാണുന്നത്. അവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിൽ അറൗണ്ട് വിത്തിൻ 6 months
അവൻ അറൗണ്ട് 35 സ്ഥാപനങ്ങൾ കൊണ്ടുവന്നിരുന്നു. പ്രത്യേക ഒരു സാഹചര്യത്തിൽ കണ്ടുമുട്ടുകയും ഞങ്ങൾ ഒരു പുതിയ ബിസിനസ്സിനെ കുറിച്ചിട്ട് ആലോചിക്കുകയും ചെയ്തു. ആ സമയത്താണ് ലിമിൻ്റെ കൂടെ മിസ്റ്റർ ജംഷാദ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജംഷാദും ഈ സംരംഭത്തിൽ വരാമെന്ന് പറഞ്ഞു. ജംഷാദും ഞങ്ങൾ 3 ആളും പാടി ഒരു പ്ലാൻ ഇട്ടു. അങ്ങനെ പ്ലാൻ ഇട്ടിട്ട് പിന്നെ ഒരു വർഷം അങ്ങോട്ട് പോയി കറക്റ്റ് ഞങ്ങൾ സ്റ്റഡി ചെയ്തു, മാർക്കറ്റ് സ്റ്റഡി ചെയ്തു, എന്ത് വേണം, എന്ത് ഇൻഫ്രാസ്ട്രക്ചർ വേണം, എവിടെ തുടങ്ങണം, എങ്ങനെ മാർക്കറ്റ് ചെയ്യണം, കാര്യങ്ങൾ എല്ലാം പഠിച്ചു. അതിനുശേഷമാണ് ഞങ്ങൾ ഇംപ്രസീവ് എന്ന സ്ഥാപനത്തിന് തുടങ്ങാൻ കാരണം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഏത് ലോക്കലിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മളെ ഇവിടുത്തെ എല്ലാ ബിസിനസ് വിജയങ്ങളും എല്ലാ കാര്യങ്ങളും ലോക്കൽ സ്പോൺസറിൻ്റെ മേലെ ഇരിക്കും. ഞങ്ങളെ സ്പോൺസർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഡൗൺ ടു എർത്ത് ഒരു സ്വഭാവക്കാരനാണ്. പിന്നെ ഒരുപാട് സപ്പോർട്ടീവാണ്. നിങ്ങൾ ഒരു തവണ അയാളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഏത് സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ എന്നുണ്ടെങ്കിലും നിങ്ങൾ അയാളെ കൂടെ തുടങ്ങാൻ കഴിയുള്ളൂ. കാരണം അത് നോളജ്, എല്ലാ കാര്യങ്ങളും നോളജ്. ഡിസംബർ 12-ാം തീയതിയാണ് ഞങ്ങൾ ആനിവേഴ്സറി വരുന്നത്. ഞങ്ങൾ വിപുലമായ ഒരു ആഘോഷ പരിപാടികൾ ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഞങ്ങളെ സ്റ്റാഫിന്, നോൺ സ്റ്റാഫ്, ഞങ്ങൾ സപ്പോർട്ടിങ് ടീം, ഞങ്ങളെ സപ്പോർട്ടിങ് ആൾ ഓവർ അബുദാബി ആരൊക്കെ എല്ലാ UAE ആരൊക്കെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും വിളിച്ചിട്ട് ഞങ്ങൾ ആഘോഷ പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? ചെറിയ മുതൽ മുടക്കിലും ബിസിനസ് ചെയ്യാൻ പറ്റുമോ? UAE സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. വലിയ മില്യൺ അല്ലെ ബില്യൺ ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് ചെയ്യാവൂ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് തെറ്റാണ്, തീർച്ചയായും തെറ്റാണ്. UAEയിൽ ഒരു ലോ ബഡ്ജറ്റിൽ തന്നെ നല്ലൊരു ബിസിനസ് ഒരു 2 വർഷത്തിൻ്റെ ഉള്ളിൽ നല്ല സക്സസ് ആയിട്ട് നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അൽഹംദുലില്ലാ. അതിന് സഹായകമായിട്ട് ഇവിടെ ഒരുപാട് ബിസിനസ് സെൻറ്ററുകളുണ്ട്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമി ഉണ്ട്. അവരെ കോമ്പറ്റീവായിട്ടുള്ള ഫീ ആണ് അവിടെ ഉള്ളത്. മിനിസ്ട്രി ഓഫ് ലേബറിൽ, മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ, എവിടെ നോക്കിയാലും എല്ലായിടത്തും നല്ല കുറഞ്ഞ ബഡ്ജറ്റിൽ തുടങ്ങാൻ പറ്റുന്ന എല്ലാ വിസ പ്രോസസ്സിങ് ആയാലും എല്ലാതും വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫീ ആണ്. സർ, ഇപ്പോൾ താങ്കളുടെ കുടുംബവിശേഷങ്ങളിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നാട് എവിടെയാണ്, വീട്ടിൽ ആരൊക്കെയാണുള്ളത്, അവരുടെ ഒരു സപ്പോർട്ട് എത്രമാത്രം താങ്കളുടെ ഈ ഒരു ജീവിതത്തിലുണ്ട്? ഞാൻ മലപ്പുറം ജില്ലയിൽ പുത്തനത്താണി അടുത്ത് ഇക്ബാൽ നഗർ എന്ന ചെറിയ ഒരു പ്രദേശത്ത് നിന്ന് വരുന്ന മനുഷ്യനാണ്. എനിക്ക് ഇത്ര ഡെവലപ്മെൻറ്റിന് കാരണം എൻ്റെ ഉമ്മ, ഉപ്പ, എൻ്റെ ജ്യേഷ്ഠന്മാർ, എൻ്റെ പെങ്ങന്മാർ, ഓഫ് കോഴ്സ് പിന്നെ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ സുഹൃത്തുക്കൾ, ഇപ്പോഴും എൻ്റെ കൂടെ കോവർക്കേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ലിമിന്, ജംഷാദ്, അതുപോലെ തന്നെ എൻ്റെ ഓഫീസ് കാര്യങ്ങൾ എന്നെ സഹായിക്കുന്ന സ്റ്റാഫ്സ്, എല്ലാവരാണ് എൻ്റെ വിജയത്തിനാസ്പദം. വിജയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ വിജയത്തിനാസ്പദം. പിന്നെ എനിക്ക് കല്യാണം കഴിച്ചിട്ടുണ്ട്, 2 കുട്ടികളുണ്ട്. മൂത്തത് ഫാത്തിമ, വലിയ മകളുടെ പേര് ഫാത്തിമ തമീന, 2ആളുടെ പേര് മുഹമ്മദ് തഫ്സീർ. ഫാമിലി ഇവിടെ 5 വർഷമായിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഈ നാട് നമുക്ക് എല്ലാം തന്നു. നല്ല ഹാപ്പിയാണ്. വൈഫിൻ്റെ പേര് മുഹ്സിന. അബുദാബിയിൽ 5 വർഷമായി. അറൗണ്ട് 5 വർഷം അബുദാബിയിൽ താമസിക്കുന്നു. ഇത് വലിയ വിജയമാണ്. ഈ വിജയത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണ്? തീർച്ചയായിട്ടും വിജയം എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും അത് വിജയിക്കാം, എല്ലാവർക്കും വിജയിക്കാം. ഞങ്ങൾ ഇത് തുടങ്ങാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. അതുകൊണ്ട് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ഒരു ബിസിനസ്സിന് വേണ്ടി മാറ്റിവെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു വർഷം 2 വർഷത്തിൻ്റെ ഉള്ളിൽ ഒരു നല്ലൊരു ചെറിയ ബിസിനസ് സെറ്റപ്പ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഉയരാം. അതിനെല്ലാ സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നതാണ്. എല്ലാ വിജയാശംസകളും കാണും. எனவே ഇത്തരത്തിലുള്ള ചിന്താഗതികൾ, ഇത്തരത്തിലുള്ള സേവനങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ചതിൽ, സംവദിച്ചതിൽ ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ശക്തമായ ബിസിനസ്സിൻ്റെ സാന്നിധ്യവും വളരെ നല്ല കാഴ്ചപ്പാടും തന്നെയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു കൂട്ടായ പരിശ്രമം തീർച്ചയായിട്ടും ഇതിന് വലിയ ഗുണമായിട്ടുണ്ടാവും അല്ലേ? ഞാൻ ഇപ്പം UAEയിൽ വന്നിട്ട് ഏകദേശം ഒരു 2.5 വർഷമായി. ഇതിനു മുമ്പ് ഞാൻ വർക്ക് ചെയ്യുന്നത് ദുബായിലും പിന്നെ എൻ്റെ മറ്റൊരു പഴയ കമ്പനിയുടെ അറബിയായ കമീസ് അൽ മസറോയി എന്ന് പറയുന്ന പുള്ളിയുടെ കൂടെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടുന്നും എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്നാണ് ഞാൻ എൻ്റെ പാർട്ണറായ തമീം എന്ന ആളെ പരിചയപ്പെടുന്നത്. പുള്ളിയും ഇതേപോലെ തന്നെ ചെയ്യുമായിരുന്നു. പുള്ളിയോട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് അതിൻ്റെ നിയമപരമായ കാഴ്ചപ്പാടിലൂടെ നമുക്ക് നിയമപരമായിട്ട് തന്നെ പഠിച്ചിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാം. അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇംപ്രസീവ് എന്ന ഈ കമ്പനി നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതും ഉയർത്തി കൊണ്ടുവരുന്നതും.
ഒരുപാട് സപ്പോർട്ട് പല ലോക്കൽസിൻ്റെ അടുത്തു നിന്നായാലും അബുദാബി ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നായാലും ഒരുപാട് സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ താങ്കളോട് തന്നെ ചോദിക്കാം, ഈ പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരോട്, കാരണം കേരളത്തിൽ ഒട്ടനവധി ചെറുപ്പക്കാർ വിദ്യാഭ്യാസം കഴിഞ്ഞ് അല്ലെങ്കിൽ തുടർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ബിസിനസ് സ്വപ്നം കണ്ട് കഴിയുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് അവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയ്ക്ക് അവർക്ക് കൊടുക്കാവുന്നൊരു നിർദ്ദേശം നന്നായിരിക്കും. അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ആ ഒരു നിർദ്ദേശം വയ്ക്കാൻ വലിയ ആളാണെന്ന് എനിക്ക് തോന്നുന്നു. ജോലിയോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, മറ്റൊരു വരുമാനം കണ്ടെത്താൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ UAE-യിൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റും. ഇതാണ് ഒരു സക്സസ്. ഇങ്ങനെയാണ് സക്സസ് ആവാൻ പറ്റുള്ളൂ ഇവിടെ. പുതിയ ചെറുപ്പക്കാർക്ക്, പ്രത്യേകിച്ച് പ്രവാസി മലയാളികളായിട്ടുള്ള ചെറുപ്പക്കാർക്ക്, അവർ ജോലിയോടൊപ്പം തന്നെ അവർക്കൊരു നല്ല ബിസിനസ് എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് തീർച്ചയായും ഇവർ നമുക്ക് മുമ്പ് കാണിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ ഇംപ്രസീവ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് ഇന്ന് ലോകത്തിനു മുമ്പിൽ മലയാളത്തിലെ ചെറുപ്പക്കാർക്ക് എടുത്ത് കാണിക്കാൻ പറ്റുന്ന വലിയൊരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ്. എന്തായാലും ഇത്രയും സമയം ഞങ്ങളുടെ പ്രേക്ഷകരുമായി ഇംപ്രസീവിൻ്റെ വിശേഷങ്ങളുമായി പങ്കെടുത്ത മിസ്റ്റർ ലിമിനും അതോടൊപ്പം തന്നെ മിസ്റ്റർ തമീമിനും ഞങ്ങളുടെ ഹൃദയംഗമ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.